സന്ദീപ് വാര്യരിലേക്ക് പോകുന്നു. സന്ദീപ് വാര്യർ, ഇവിടെ കോൺഗ്രസ് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കോൺഗ്രസ് രാമവിരുദ്ധരാണ്, അല്ലെങ്കിൽ രാമസങ്കല്പത്തെ ശ്രീരാമവിരുദ്ധ മുഖം രാജ്യത്തിന് മുന്നിലുണ്ടെന്നൊക്കെ നിങ്ങൾ രാഷ്ട്രീയമായി പറയുമ്പോൾ പോലും കോൺഗ്രസ് പറയുന്നു ഞങ്ങൾ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന രാമഭക്തരുടെ വികാരത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഞങ്ങൾ അവർക്ക് പോകണം. പക്ഷേ ഇത് RSS BJP പൊളിറ്റിക്കൽ ഇവൻ്റ് ആണ് എന്ന് പറയുകയാണ്. അതിന് കാരണമായി പറയുന്നത് എന്താണ്? പണി പൂർത്തിയാകാത്ത ക്ഷണത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വളരെ പെട്ടെന്ന് നടപ്പാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടാണ് എന്നുള്ളതാണല്ലോ ആരോപണം. സന്ദീപ് വാര്യർ, പുരി ശങ്കരാചാര്യ പീഠത്തിലെ 145ാമത് ജഗദ്ഗുരു ശങ്കരാചാര്യ നിശ്ചലാനന്ദ പറയുന്നത് അതുതന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാകാൻ 1.5 വർഷം ബാക്കി നിൽക്കെ എന്തിനാണ് തന്ത്രവിദ്യാവിരുദ്ധമായി പ്രതിഷ്ഠാ ചടങ്ങ്? അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ സ്റ്റണ്ടാണ് എന്ന് പറയുകയാണ്. ആരാണ്? ശങ്കരാചാര്യ നിശ്ചലാനന്ദ. ഉത്തരാഖണ്ഡ് ജ്യോതിർമഠത്തിലെ അവിമുക്തേശ്വരാനന്ദ സരസ്വതി പറയുന്നു അവിടേക്ക് പോവില്ല. അതിന് കാരണം എന്താണ്? മോദി വിരുദ്ധനായതുകൊണ്ടല്ല, മോദിയോട് സ്നേഹമുണ്ട്, പക്ഷേ ആ ചടങ്ങ് മതവിരുദ്ധമായതുകൊണ്ടാണെന്ന്. ഒന്ന് കേട്ടു നോക്കാമോ അദ്ദേഹത്തിന്റെ വാക്കുകൾ? कारण क्या है, क्यों नहीं जा रहे हैं? किसी राग द्वेष के कारण नहीं, बल्कि शंकराचार्यों का ये दायित्व है कि वो शास्त्र विधि का पालन करें और करवाएं। अब वहाँ पर शास्त्र विधि की उपेक्षा हो रही है। सबसे पहली उपेक्षा क्या है कि मंदिर अभी पूरा बना नहीं और प्रतिष्ठा की जा रही है। कोई ऐसी परिस्थिति नहीं है कि अपने को अचानक कर देना पड़े। देखो, किसी समय 22 दिसंबर की रात को वहाँ पर मूर्तियाँ रख दी गई थी, वो एक परिस्थिति थी. रात को 12 बजे സന്ദീപ് വാര്യർ, എന്താണ് ഈ 4 ശങ്കരാചാര്യന്മാരും ആ പരിപാടിയിലേക്ക് പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചെന്നാണ് ഞാൻ അറിയുന്നത്. അതിന് കാരണം പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൻ്റെ ചടങ്ങ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്ത്രവിരുദ്ധമായി അവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നു, അത് ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന് ശങ്കരാചാര്യന്മാർ കൂടി പറയുകയാണ്. അവരും ഈ എന്താണ് കെ സുരേന്ദ്രൻ പറയുന്ന പോലെ ഹമാസ് അനുകൂലികളാണോ ശ്രീ സന്ദീപ് വാര്യർ? ഒന്ന് ഹാഷ്മിയുടെ തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്, ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ റഹീമും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ഇവർ രണ്ടുപേരും സംസാരിച്ച സമയത്ത് താങ്കൾ തടസ്സപ്പെടുത്തിയിരുന്നില്ല. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായി പറയുകയാണ്, ഹാഷ്മിയുടെ സ്ഥിരം പരിപാടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ചെറിയ രീതിയിൽ ശബ്ദം മൈക്കിലൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും നമ്മുടെ ഫ്ലോ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഹാഷ്മി ഈ പരിപാടി ഈ ചർച്ചയിൽ ചെയ്യില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന് തുടങ്ങുകയാണ്. ഇവിടെ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ, ഇന്ന് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അവർ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി പറയുന്ന ന്യായങ്ങൾ, ആ ന്യായങ്ങൾ വാസ്തവത്തിൽ നിലനിൽക്കുന്നതല്ല. ഇവിടെ നിങ്ങൾ കോട്ട് ചെയ്യുന്ന ശങ്കരാചാര്യന്മാർ ആരൊക്കെയാണെന്ന് സംബന്ധിച്ച് എനിക്ക് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടി വരും. ഞാനത് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് പരിശോധിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇത്തരത്തിൽ ശങ്കരാചാര്യന്മാർ കോൺഗ്രസിന് ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുന്ന പല ആളുകളും നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ള വസ്തുതയാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പായി കേരളത്തിലെ ഈ തന്ത്രവിദ്യയുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധികാരികമായിട്ടുള്ള ആളുകളുമായി സംസാരിച്ചിട്ടാണ് വരുന്നത്. താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ താങ്കളുടെ PCR നിന്ന് ശ്രീ അണ്ടലാടി തിരുമേനി അടക്കമുള്ളവരെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ കേരളത്തിലും പുറത്തുമായിട്ട് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തുന്ന, അതിന് നേതൃത്വം വഹിക്കുന്ന അണ്ടലാടി തിരുമേനി അടക്കമുള്ളവർ കേരളത്തിലുണ്ടല്ലോ, അവരെ PCR ഒന്ന് ബന്ധപ്പെടാം. നിങ്ങളിങ്ങനെ ഉത്തരേന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാളുകളെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് മലയാളത്തിൽ തന്നെ ഈ പ്രേക്ഷകരുമായിട്ട് ഈ കാര്യം, ഈ ചർച്ച കഴിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് സംസാരിക്കാം. 90% ക്ഷേത്രങ്ങളിലും, രാജ്യത്ത് 90% ക്ഷേത്രങ്ങളിലും ശ്രീകോവിലിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ പ്രാണപ്രതിഷ്ഠ നടത്താറുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ അങ്ങനെയാണ് പതിവ്. ഇപ്പോൾ നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലും ശ്രീകോവിലിന്റെ നിർമ്മാണം കഴിഞ്ഞ സമയത്ത് പ്രാണപ്രതിഷ്ഠ നടന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ആളുകൾക്കൊന്നും വർഷങ്ങളായിട്ട് ശ്രീരാമിലല്ല എന്ന് പറയുന്ന ശ്രീരാമന്റെ വിഗ്രഹം ഒരു ടാർപോളിന്റെ കീഴിൽ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് ആർക്കും വേദന ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ശ്രീകോവിലിന്റെ നിർമ്മാണം പൂർത്തിയാക്കി അവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒഴിയാൻ വേണ്ടി ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയുകയാണ്. ഇപ്പൊ ജയറാം രമേശാണോ വലിയ താന്ത്രിക വിദ്യയിൽ പ്രാവീണ്യമുള്ള ആള്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരാണോ? ഞാൻ കേരളത്തിൽ നിന്നുള്ള താന്ത്രിക വിദ്യയിൽ പ്രാവീണ്യമുള്ള ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുന്ന ആളുകളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയാം. മറ്റൊന്ന്, ഇതിലെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ മുഹൂർത്തം നോക്കുന്ന സമയത്ത്, ഉത്തരായനം എന്ന് പറയുന്ന ഈ സമയത്ത് മാത്രമേ, മഹാവിഷ്ണു ഉണർന്നിരിക്കുന്ന കാലത്ത് മാത്രമേ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്താൻ പാടുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല മുഹൂർത്തം കണ്ടിട്ട് തന്നെയാണ് ഈ ജനുവരി 22-ന് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമെന്ന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എത്രയോ മാസങ്ങൾക്ക് മുമ്പ് അതിന്റെ അടിസ്ഥാനത്തിലാണ് പണി മുന്നോട്ട് പോയിട്ടുള്ളത്. അവിടെ ശ്രീകോവിലിന്റെ പണി പൂർത്തിയായി. ഹിന്ദു വിശ്വാസമനുസരിച്ച്, താന്ത്രിക വിധി അനുസരിച്ച് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്താം. ഉപദേവതകളടക്കം, കൊടിമരമടക്കം,
മറ്റു പല കാര്യങ്ങളും എത്രയോ കാലത്തിന് ശേഷമാണ് ക്ഷേത്രങ്ങളിൽ ഉണ്ടാക്കാറുള്ളത്. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം എത്രയോ കാലത്തിന് ശേഷമാണ്. കേരളത്തിലും അങ്ങനെയാണ് പതിവുള്ളത്. 90% ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ്. ഇപ്പൊ കേരളത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിലും അങ്ങനെ തന്നെയാണുള്ളത്. അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. അപ്പോൾ എല്ലാ പണിയും പൂർത്തിയായിട്ടല്ല ക്ഷേത്രങ്ങളുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കാറുള്ളത്. അത് തെറ്റായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. കോൺഗ്രസ് എക്സ്ക്യൂസ് കാണിക്കുകയാണ്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസ് അക്യൂസ് ചെയ്യുന്നത് BJPയും RSSും ഇതിൽ രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കോൺഗ്രസ് കളിക്കുന്നത് എന്താ? ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾ കളിക്കുന്ന രാഷ്ട്രീയമല്ലേ? അവരുടെ രാഷ്ട്രീയത്തിന് യോജിച്ചത് വിട്ടുനിൽക്കുന്നതാണ്. അവരുടെ രാഷ്ട്രീയത്തിന് യോജിച്ചത് വിട്ടുനിൽക്കുന്നതാണ് എന്ന് കണ്ടതുകൊണ്ടാണല്ലോ അവർ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. കാരണം ശ്രീരാമന്റെ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ട്, അയോധ്യയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എല്ലാ കാലത്തും ഏതെങ്കിലും തരത്തിൽ ഇത് ഇൻവോൾവ് ആയിട്ടുണ്ടല്ലോ. ഇപ്പൊ കമൽനാഥ് തന്നെ പറഞ്ഞിട്ടുണ്ട് 85-ൽ ഇതിന്റെ പൂട്ട് തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധി ആയിരുന്നു. 89-ൽ രാമരാജ്യം ഉണ്ടാക്കുമെന്നും രാമക്ഷേത്രം നിർമ്മിക്കുമെന്നും രാജീവ് ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ആരാ പറഞ്ഞത്? കമൽനാഥാ പറഞ്ഞത്. കോൺഗ്രസിന്റെ ഏറ്റവും സീനിയർ ലീഡറാ പറഞ്ഞത്. അദ്ദേഹം 11 വെള്ളി കട്ടകൾ പൂജിച്ച് അയച്ചു കൊടുത്തു അയോധ്യയിലേക്ക്. പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഇത് എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു, രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറഞ്ഞു. ഈ അയോധ്യയിലെ വിധി എല്ലാവരും സ്വാഗതം ചെയ്താണല്ലോ. സുപ്രീം കോടതി സെറ്റിൽ ചെയ്ത വിധിയാണ്. സുപ്രീം കോടതി സെറ്റിൽ ചെയ്യുകയും ആ സെറ്റിൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പരാതിക്കാരായിരുന്ന ആളുകൾ പോലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോഴാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സൗകര്യത്തിന് വേണ്ടി, അവരുടെ പൊളിറ്റിക്കൽ സൗകര്യത്തിന് വേണ്ടി ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇത് ഇപ്പൊ റഹീം പറഞ്ഞതൊരു കാര്യം ശരിയാണ്, ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം എന്താ, റഹീമിന്റെ പാർട്ടി വിരിച്ച ട്രാപ്പിൽ പോയി കോൺഗ്രസ്സുകാർ വീണിരിക്കുകയാണ്. കാരണം കേരളത്തിൽ മാത്രമുള്ള റഹീമിന്റെ പാർട്ടിക്ക് ഇതിൽ പങ്കെടുക്കാതിരിക്കാൻ ഒരു പ്രശ്നവുമില്ല, അവരെ ബാധിക്കുന്ന വിഷയമല്ല. അതല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ പങ്കെടുക്കാതിരിക്കാം, അവരെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ കോൺഗ്രസിൽ നിന്നും ഇത് വലിയ ബാധിക്കുന്ന വിഷയമാണ്. ഇടത് ട്രാപ്പിൽ കാലങ്ങളായി രാഹുൽ ഗാന്ധിയും പോയി പെട്ടതിന്റെ താങ്കൾ മതിയ സമയം എടുത്ത് പറഞ്ഞു സന്ദീപ്. പക്ഷെ താങ്കൾ ഈ പുരി ശങ്കരാചാര്യ പീഠത്തിലെ 145ാമത് ജഗദ്ഗുരു ശങ്കരാചാര്യ നിശ്ചലാനന്ദയൊക്കെ അറിയില്ല അല്ലെങ്കിൽ കേട്ടില്ല എന്നൊക്കെ പറയല്ലേ? അത് ഈ പറയുന്ന താന്ത്രിക വിദ്യയിൽ ഹിന്ദു സമൂഹത്തിലെ ഈ പറയുന്ന മേഖലകളിൽ ഉന്നത സ്ഥാനം, താങ്കൾ എന്താണ് പറഞ്ഞത്, കേരളത്തിലെ ഈ പറയുന്ന താന്ത്രിക വിദഗ്ധരെക്കാൾ കൂടുതലൊക്കെ രാജ്യം ആദരിക്കുന്ന ആത്മീയ നേതാക്കളാണ് കേട്ടോ. അപ്പോൾ താങ്കൾ പറഞ്ഞു എന്താണ് ഇത്തരം കോൺഗ്രസ് അനുകൂല നിലപാട് നടത്തുന്നവരാണ്. അപ്പോൾ നിശ്ചലാനന്ദ പറയും, താങ്കൾ മൊത്തത്തിലൊന്ന് കേൾക്കണം. നിശ്ചലാനന്ദ പറയുന്നത് എന്താണെന്നറിയോ? നരേന്ദ്രമോദിയോട് ഞങ്ങൾക്ക് പൂർണ്ണ ബഹുമാനമുണ്ട്. കാരണം എന്താണ്, അദ്ദേഹം സെക്യുലർ ആണെന്ന് കള്ളം പറയുന്നില്ല, അദ്ദേഹം ഹിന്ദുത്വവാദിയാണ് എന്നതിനെ തുറന്നു പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബഹുമാനമാണ്. പക്ഷേ പ്രശ്നം എന്താണ്, അത് പണി ചെയ്യേണ്ടത് നരേന്ദ്രമോദി അല്ല, പ്രധാനമന്ത്രിയല്ല, ചെയ്യേണ്ടത് താന്ത്രിക വിദ്യ പ്രകാരമാണെന്ന് പറയുന്നത് ശങ്കരാചാര്യ പീഠത്തിലെ 4 ശങ്കരാചാര്യന്മാരാണ്. അപ്പോൾ ആ ശങ്കരാചാര്യന്മാരെ അറിയില്ല, അവർ പറഞ്ഞ് കേട്ടില്ല എന്ന് പറയല്ലേ?